ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മട്ടൻ തലക്കറി എങ്ങനെ വെക്കാം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. മട്ടൻ തല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ മട്ടൻ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ. പക്ഷേ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് മട്ടൻ തലക്കറി വെക്കുന്നതെന്ന്, തനി നാടൻ മട്ടൻ തലക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി മട്ടൻ തല മുഴുവനായിട്ട് കിട്ടിയതാണ്. അതിനെ നമ്മൾ നന്നായിട്ട് കഴുകണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ മുടിയൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. വരൂ, നമുക്ക് നമ്മുടെ പാചകം കാണാം. അതിന് വേണ്ടി നമ്മളത് വിറകടുപ്പിലാണ് കേട്ടോ നമ്മളിത് മട്ടൻ തലക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മുഴുവൻ നമ്മൾ ഫുഡുകളും ഈ വിറകടുപ്പിലാണ് ഉണ്ടാകുന്നത്. ഗ്യാസിലധികം ഉണ്ടാക്കാറില്ല. അതിന് വേണ്ടി പാത്രം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചൂടാക്കി മാറ്റി വെച്ചതിന് ശേഷം ഉലുവ ഇടുന്നുണ്ട്. നമ്മുടെ ഇവിടേക്ക് ഉലുവ ഇടും കേട്ടോ. നിങ്ങളുടെ അവിടെ ഉലുവ ഇടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത് ഈ മട്ടൻ്റെയൊക്കെ സ്മെല്ല് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കി ഈ പാചകമൊക്കെ ചെയ്തതിന് ശേഷം, അതായത് മട്ടൻ തലക്കറി അതുപോലെയൊക്കെ വെച്ചതിന് ശേഷം ആ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ്. ചിലതിലൊക്കെ സ്മെല്ല് വരും, അതെല്ലാവർക്കും പിടിക്കത്തില്ല. അപ്പോൾ ഈ ഉലുവ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പം ആ മട്ടൻ്റെ സ്മെല്ല് അങ്ങ് പോകും. അതിന് ശേഷം നമ്മുടെ സവാള, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സവാള, കൊച്ചുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മളിട്ട് അതിനുശേഷം നമ്മളിത് പേസ്റ്റ് ഇടാൻ പോവുകയാണ്. പേസ്റ്റ് എടുത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഈ പേസ്റ്റാണ്. ഈ പേസ്റ്റ് നമ്മൾ നന്നായിട്ട് നമ്മൾ മിക്സിയിലെ ജാറൊക്കെ നന്നായിട്ട് എടുത്ത് ഇടുകയാണ്. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് കിണ്ടണം കേട്ടോ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഈ ഇഞ്ചി പേസ്റ്റിൻ്റെയൊക്കെ നല്ല മണം. എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ മണം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് വഴറ്റുന്നുണ്ട്. എന്നെ സഹായിക്കുന്നതല്ല, ചെയ്യുന്നത് ഉമ്മയാണ്. ഒരു ഇതുണ്ട് കേട്ടോ, ഈ പാചകം ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന മട്ടൻ തലക്കറി ഉണ്ടല്ലോ, അത് ഉമ്മ കഴിക്കാറില്ല കേട്ടോ. അപ്പം ഈ നമ്മൾ മിക്ക സാധനങ്ങളും ഉമ്മ ഉണ്ടാക്കും, പക്ഷെ ഉമ്മ കഴിക്കത്തില്ല കേട്ടോ. അതൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴുകി നന്നായിട്ട് വെച്ചിരുന്ന നമ്മുടെ മട്ടൻ തലയുടെ പീസ് പാത്രത്തിലേക്ക് ഇട്ടുന്നുണ്ട്. പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുലുങ്ങുന്നുണ്ട്. നമ്മുടെ പഴയ വിറകടുപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അടുപ്പിൽ വിറക് കത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പൊടികളെല്ലാം ഇടുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ നമ്മളെ മസാലക്കൂട്ടി എല്ലാം ഇടുകയാണ്. നമ്മളിവിടെ കുറച്ചാണ് കേട്ടോ ഇടുന്നത്. കാരണം ഇവിടെ മക്കൾക്കൊന്നും ഇവിടെ കുഞ്ഞു മക്കളുണ്ട്, അപ്പോൾ അവർക്കൊന്നും എരി പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രമേ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ എരി കൂടുതൽ വേണമെന്നുള്ളവരായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടം കുറവ് വേണമെന്നുള്ളതായിരിക്കും. അപ്പം നിങ്ങളുടെ രീതിക്ക് നിങ്ങളിടുക. ഇപ്പോൾ നമ്മുടെ മുളക് പൊടിക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ, കുറച്ചിട്ടാലും അത് ഭയങ്കര എരിയാണ്. അപ്പോൾ നമുക്കത് ഇടാൻ പറ്റത്തില്ല. അതൊരു നെഗറ്റീവാണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ ചിലപ്പോൾ എരി കൂടുതലാവും, ചിലപ്പോൾ കുറയും, നിറം കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഉപ്പിടുന്നുണ്ട്. ഉപ്പും ഇവിടെ കുറച്ചാണ് കേട്ടോ ഇടുന്നത്. കാരണം ഇവിടെ BP ഉള്ളവരൊക്കെ ഉണ്ട്. അതുമല്ല, ഇവിടെ പൊതുവെ ആർക്കും ഉപ്പ് അധികം ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യം നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ്, ചിലവർക്ക് ഈ ഉപ്പിൻ്റെ ടേസ്റ്റ്, ഉപ്പ് കൂടുതലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസം വരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഉപ്പ് ആവശ്യാനുസരണം ഉപ്പിടുക. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇട്ടു. നിങ്ങൾക്ക് ആവശ്യാനുസരണം മസാലപ്പൊടി ഇടാം, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അതിനുശേഷം വെള്ളം ഒഴിക്കുക. നമ്മൾ ഈ പാത്രം നെവയ്ക്ക് ഒഴിക്കുന്നതാണ് നല്ലത്. കാരണം വെന്ത് കിട്ടാൻ കുറേ സമയം എടുക്കും കേട്ടോ. നന്നായിട്ട് വേവണം. പിന്നെ ചിലവർക്ക് ഇതുപോലെ വെള്ളം പോലെ കിടക്കുന്നവർക്ക് ഇഷ്ടം, ചിലവർക്ക് നല്ല വറ്റി വരുന്നതായിരിക്കും ഇഷ്ടം. നമ്മളിത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് വറ്റും, അത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് വറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യണം. കാരണം ഈ മസാലക്കൂട്ടുകളെല്ലാം എല്ലാ സ്ഥലത്തും എത്തണം. അതിനു വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു മണം വരുന്നുണ്ട്. കാരണം ആ സവാളയൊക്കെ വെന്തു, അപ്പോൾ ഒരു മണം വരുന്നുണ്ട്. നമ്മുടെ മട്ടൻ തല ഇങ്ങനെ എല്ലാം മിക്സായി കിടക്കുകയാണ്. ഇനി ഇത് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നന്നായിട്ട് വേവണം. അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഇവിടെ ഇരുന്ന് വേവട്ടെ, നമുക്ക് ബാക്കി കാണാം. അതിനിടയിൽ എനിക്ക് കുറച്ച് ഐസ്ക്രീം കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കുകയാണ്. ഇതിനിടയിലും ഞാൻ മട്ടൻ തലക്കറിയുടെ ചിന്തയിലാണ് കേട്ടോ. നന്നായിട്ട് മണം വരുന്നുണ്ട്. ഞാൻ തിളച്ചോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ മട്ടൻ
തലക്കറി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് വെട്ടി തിളയ്ക്കുന്ന തിളപ്പ് കണ്ടില്ലേ, അത് നല്ല മണം, ഒന്നും പറയാനില്ല. ഇത് പുകയും കൂടെ ആയപ്പോൾ നല്ല മണം കേട്ട് പുകയൊക്കെ ഇത് പാറി പറക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഘട്ടമായ അത് വെളിച്ചെണ്ണ, നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വെളിച്ചെണ്ണ ഒഴിക്കും, നമ്മുടെ അവിടെ ഒഴിക്കും കേട്ടോ വെളിച്ചെണ്ണ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മണം. ഞാൻ ദേ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് മണം കിട്ടുന്നുണ്ട്. ദേ നമ്മുടെ മട്ടൻ തലക്കറി ദേ സെറ്റായിട്ടുണ്ട്. നമുക്കിനി കഴിച്ച് നോക്കിയാലോ എങ്ങനെയുണ്ടെന്നറിയാം. ഞാൻ ചോറൊക്കെ എടുത്ത് മട്ടൻ തലയൊക്കെ എടുത്ത് പീസൊക്കെ എടുത്ത് കഴിക്കാൻ പോവാണ്. കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എന്താ പറയുക, അതിൻ്റെ മണം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വേറെ ഈ മട്ടൻ്റെ സ്മെല്ലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ചിലതൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ എത്ര ഉലുവ ഇട്ടാലും ആ സ്മെല്ല് വരും. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വൈകിട്ടായപ്പോൾ അപ്പം പെറോട്ട എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ മട്ടൻ കറിയൊക്കെ വെച്ച് ഒറ്റയ്ക്ക് കഴിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ നാത്തൂനെയും മക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, അവരൊക്കെ വന്നു. അപ്പോൾ അതല്ലേ സന്തോഷം, നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്കും കൂടി അത് കൊടുക്കുമ്പോൾ അവരും കഴിച്ച് അടിപൊളി എന്ന് പറയുമ്പോൾ ഒരു മനസ്സുഖം സൂപ്പറല്ലേ. എല്ലാവരും കഴിക്കുന്നുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. മക്കളൊക്കെ ഹാപ്പിയാണ്, എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലും. ടാറ്റാ, ബൈ ബൈ, സീ യു.